നമസ്കാരം. ഒരു നാട്ടുഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഒരിടത്തും ചേക്കയില്ല. അതാണ് ആ വാക്ക്. പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഒരിടത്തും ചേക്കയില്ല. ചേക്ക എന്ന അർത്ഥത്തിന് പ്രവേശനം എന്നോ അഭയമെന്നോ ഒക്കെ അർത്ഥമെടുക്കാം. ഇവിടെ CPM-ന്റെ അവസ്ഥ അതായി മാറിക്കഴിഞ്ഞു. CPM-നെ ആർക്കും വേണ്ട. ഇത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല. കേരളത്തിലെ CPM നേതാക്കൾക്ക് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ഒരു സംസ്ഥാനത്തിലും പ്രവേശനമില്ല. ഒരു സംസ്ഥാനത്തിലും പ്രചരണത്തിലേക്ക് കേരളത്തിന്റെ CPM നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല. രാജ്യത്ത് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അധികാരമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കനൽത്തരി. ഈ കനൽത്തരിയെ ഇതോടൊപ്പം ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലോ ഇതിനുശേഷം ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലോ അടുപ്പിക്കുന്നില്ല. നേതാക്കന്മാരെ വിളിക്കുന്നില്ല പ്രചരണത്തിന്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും കേരളത്തിൽ നിന്ന് ഒരു CPM നേതാവിനെയും ഒരു സംസ്ഥാനത്തും പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ കേരളത്തിൽ CPM, BJP, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കളെയോ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിമാരെയോ കേന്ദ്രമന്ത്രിമാർ വരെ ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് കേരളത്തിനോട് ഒപ്പം ഇലക്ഷൻ നടക്കുന്ന തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ ഭരണത്തിലുണ്ടായിരുന്ന പശ്ചിമ ബംഗാളിൽ പോലും അടുപ്പിക്കാത്തത്, പ്രചരണത്തിന് ക്ഷണിക്കാത്തത്. CPI-യും CPM-ഉം തമിഴ്നാട്ടിൽ 5 സീറ്റുകളിൽ വീതമാണ് മത്സരിക്കുന്നത്. എന്നാൽ പശ്ചിമ ബംഗാളിലോ തമിഴ്നാട്ടിലോ കേരളത്തിലെ നേതാക്കൾക്ക് യാതൊരു ഡിമാൻഡുമില്ല. കേരളത്തിലെ നല്ല ഭരണം ആയതുകൊണ്ടായിരിക്കാം ഇവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രചരണത്തിന് ക്ഷണിക്കാത്തതെന്ന് കരുതുന്നു. CPI ജനറൽ സെക്രട്ടറി D. രാജയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഈ സംസ്ഥാനങ്ങളിലെത്തി. എന്നാൽ അത് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി മാത്രമായിരുന്നു. ദേശീയ നേതാക്കൾ മാത്രമേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രചരണത്തിന് പോകാറുള്ളൂ എന്ന് ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, പിണറായി പോകാത്തത് കണ്ണിന്റെ ചികിത്സയുടെ ഭാഗമായി വിശ്രമത്തിലായതുകൊണ്ടാണത്രേ. ഭരണം കൈവിട്ടു പോകും അല്ലെങ്കിൽ 3-ാം ഊഴം ലഭിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും, മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും പശ്ചിമ ബംഗാളിൽ നിന്ന് പോലും ഇത്തവണ കേരളത്തിൽ CPM-ന് വേണ്ടി പ്രവർത്തിക്കാൻ ആരും എത്തിയിട്ടില്ല. മാത്രമല്ല, ശബരിമല പ്രശ്നങ്ങൾ തമിഴ്നാടിനെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ടത്രേ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും വിഗ്രഹ സ്വർണ മോഷണങ്ങളും ഒക്കെ തമിഴ്നാട്ടിൽ ഒരുപാട് പ്രചാരം CPM-നെതിരെ നടക്കുന്നുണ്ട്. അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സഖ്യകക്ഷികൾ CPM-നെ തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ CPM-നെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിപ്പിക്കാത്തത്, നേതാക്കളെ അങ്ങോട്ട് പ്രചരണത്തിന് ക്ഷണിക്കാത്തത്. തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാക്കൾ കേരളത്തിലേക്ക് പ്രചരണത്തിന് എത്തിയിരുന്നു. അതുകൂടി ഓർക്കണം. ശബരിമല പ്രശ്നം കേരളത്തെക്കാൾ കൂടുതൽ വിവാദമായത് തമിഴ്നാട്ടിലാണ്. കാരണം കേരളത്തെക്കാൾ കൂടുതൽ വിശ്വാസികൾ തമിഴ്നാട്ടിലാണ്. ശബരിമല സന്ദർശിക്കുന്ന ഭക്തരെ എടുത്താൽ കേരളത്തെക്കാൾ കൂടുതൽ ഭക്തർ, അയ്യപ്പന്മാർ തമിഴ്നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ പ്രവേശനവും വിഗ്രഹക്കൊള്ളയും സ്വർണക്കൊള്ളയും ഒക്കെ തമിഴ്നാട്ടിൽ CPM-നെതിരെ ശക്തമായ ആയുധമാണ്. അതുകൊണ്ട് തന്നെയാകാം CPM-ന്റെ നേതാക്കളെ ഇത്തവണ ഇലക്ഷൻ പ്രചരണത്തിന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിപ്പിക്കാത്തത്. പിന്നെ പശ്ചിമ ബംഗാളിൽ ഇവിടുന്ന് ആരെങ്കിലും പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് അവിടുത്തെ നേതാക്കൾക്ക് തന്നെ അറിയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടും മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്ന് നേതാക്കൾക്കറിയാം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ആന്ധ്ര മുഖ്യമന്ത്രിയെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസും അതുപോലെ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് BJP-യും കളം നിറഞ്ഞു കളിക്കുമ്പോഴാണ് CPM-ന്റെ ഈ ഗതികേട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.